മലപ്പുറം വെളിയംകോട് തണ്ണിത്തുറ പത്തുമുറി ഫിഷറീസ് റോഡ് കടലെടുത്തു. ഇതോടെ തണ്ണിത്തുറ പത്തുമുറി മേഖലയിലെ തീരദേശ ഗതാഗതം തടസ്സപ്പെട്ടു. പൊന്നാനി വെളിയംകോട് മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായി 7 വീടുകളാണ് തകർന്നത്. 30 വീടുകൾ ഭീഷണിയിൽ. കടലാക്രമണം തടയാൻ നിർമ്മിച്ച ജിയോ ബാഗുകളും കടലാക്രമണത്തിൽ തകർന്നു. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, റോഡ് തകർന്നിരിക്കുന്നു, കടൽ ആക്രമണം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളാകെ തകർന്നിരിക്കുന്നു, 7 വീടുകൾ തകർന്നിരിക്കുന്നു, മേഖലാ ഭീതിയിലാണ്. ഞാനുള്ളത് വെളിയങ്കോട് തണ്ണിത്തുറ പത്തുമുറി റോട്ടിലാണ്. ഫിഷറീസിന്റെ റോഡാണ്. പക്ഷേ ഈ റോഡ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ കെട്ടി അടച്ചിരിക്കുകയാണ്. അതിന് കാരണം ഈ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായി കടലെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കത് ക്യാമറ പുറകോട്ട് തിരിച്ചാൽ കാണാം. ഈ റോഡ് ഇങ്ങനെ വന്ന് ഏകദേശം ഈ വളയുന്ന ഭാഗത്ത് പൂർണ്ണമായി ഈ റോഡ് കടലെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വരെ ഈ റോഡ് പൂർണ്ണ നിലയിലായിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വലിയ തോതിൽ കടൽ കയറുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഈ റോഡ് പൂർണ്ണമായി തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശത്തെ ആളുകൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റോഡാകെ പോയില്ലേ? അതെ, റോഡ് പോയി. ഒരു 2 നാടിനെ ബന്ധിപ്പിച്ചിരുന്ന ഒരു റോഡായിരുന്നു. തീരദേശത്തെ ജനങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്രയമായിട്ടുള്ള റോഡാണ്. ആ റോഡാണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ കടൽഭിത്തി ഇല്ലാത്തതാണ് കാരണം, പ്രധാന കാരണം അല്ലേ? തീർച്ചയായിട്ടും കടൽഭിത്തി, അത് ശാശ്വതമായിട്ടുള്ള കടൽഭിത്തിയാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിനകത്ത് 12 കിലോമീറ്ററാണ് തീരദേശം വരുന്നത്. ആ തീരദേശത്തിനകത്ത് 12 കിലോമീറ്ററും ശാശ്വതമായിട്ടുള്ള ശാസ്ത്രീയ പഠനം നടത്തി ടെട്രോപാഡ് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് കൊണ്ടുവരേണ്ടത്. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അതിന് പഠനം നടത്തി ADB പോലുള്ള ലോക ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിരുന്നു, സ്ഥലം സന്ദർശിച്ചിരുന്നു, മത്സ്യത്തൊഴിലാളികളായിട്ട് സംസാരിച്ചു. അവരതിനുള്ള അനുമതിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ സർക്കാർ വന്നിട്ട് 3 കോടി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ബാക്കി തുക ലോക ബാങ്കിൻ്റെ നിന്ന് വാങ്ങും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ അറിയാൻ കഴിഞ്ഞു 3-ാം തീയതി ഇവിടെ ഒരു പഠനം നടത്താൻ വരുന്നുണ്ട്, ഉദ്യോഗസ്ഥ സംഘം വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠനം നടത്തി പോയിട്ട് കാര്യമില്ല. പഠനം നടത്തി വരുമ്പോഴേക്ക് ലോക ഭൂപടത്തിൽ നിന്ന് ഈ പ്രദേശം ഇല്ലാതായി പോകും. കേരളത്തിൽ പ്രളയ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സമയത്ത് കേരളത്തിൻ്റെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലവനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ സംസ്ഥാന മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചു കൊണ്ടുവേണ്ട ഭരണത്തലവൻ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ നമ്മുടെ തൊട്ടടുത്ത് വന്നിട്ട് ഒരു യുവജന സംഘടനയുടെ നേതാവിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവിടുത്തെ MLAയുടെ കൂടെ സ്വകാര്യ സന്ദർശനം നടത്തുക, വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുക, എന്നിട്ട് തീരദേശത്തെ ജനതയോട് മത്സ്യത്തൊഴിലാളികളെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് അത് പോയിട്ടുള്ളത്. ഇവിടെ ഒരു ഉദ്യോഗസ്ഥർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ദിവസം തഹസിൽദാർ പോലും വന്നില്ല. തഹസിൽദാർ ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പരിപാടിയിലാന്ന് പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രിയുടെ പരിപാടി ഇതായിരുന്നു എന്നുള്ളത് പിന്നീടാണ് നമുക്ക് യൂത്ത് ലീഗ് നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ തീർത്തും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പോകുന്നത്. നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായിട്ടുള്ള ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക്, ഈ പൊന്നാനി മണ്ഡലത്തിലെ കുടുംബങ്ങൾക്ക് അടിയന്തരമായിട്ടുള്ള ധനസഹായവും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള അവശ്യ വസ്തുക്കളും നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെ മുഖ്യമന്ത്രി ഇവിടെ എത്തിയിരുന്നു പൊന്നാനി പ്രദേശത്ത്. സ്വകാര്യ സന്ദർശനമായിരുന്നു. ഒരു നേതാവിൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ച് മടങ്ങുന്ന സാഹചര്യം. പക്ഷേ ഞങ്ങളെ ഒന്ന് കണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരമെങ്കിലും കാണണമായിരുന്നു. ഈ പ്രദേശത്തെ തഹസിൽദാർ ഉൾപ്പെടെ ആ വിരുന്നിൽ പങ്കെടുക്കാനായിരുന്നു പോയിരുന്നത് എന്നുള്ള കാര്യമാണ് ഈ പ്രദേശത്തെ ജനങ്ങളും മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. എന്തായാലും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഒരു ഇടപെടലാണ് ഇവിടെ ആവശ്യം. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. നജീബിനൊപ്പം ബി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.